ഭൂരിപക്ഷവും മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ഇവിടെ പള്ളികളും മുസ്ലിം ആരാധനാലയങ്ങളുമാണ് കൂടുതലുള്ളത്. ധാരാളം മുസ്ലിം കുടുംബങ്ങൾ അവരുടെ ഒരു സംസ്കാരം ഈ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ദ്വീപിൻ്റെ മൊത്തം ഭക്ഷണ രീതികളിലായാലും അവരുടെ വീടുകളിലായാലും എല്ലാത്തിലും കാണാം. മീനാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. പിന്നെ ഒരു ആട്, കോഴി പോലുള്ള ജീവികളെ എല്ലാവരും വളർത്തുന്നുണ്ട്, അധികം ആൾക്കാർ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഭക്ഷണമാണ് നമുക്ക് കിട്ടുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങോട്ട് വെജിറ്റേറിയൻസൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഇവിടുത്തെ മീനൊക്കെയാണ് കേട്ടോ. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല തേങ്ങാപ്പാലിൽ കുളിപ്പിച്ചിട്ടുള്ളൊരു കടലക്കറിയാണ് കിട്ടിയത്. നടന്ന് ഞാനൊരു കുളത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് ശുദ്ധജലമാണെന്ന് തോന്നുന്നുണ്ട്. ഉപ്പില്ലാത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വീപിൽ അത് ചെറിയൊരു കാര്യമല്ല. ഇവിടെ ഈ വെള്ളം മോട്ടർ കാണുന്നുണ്ട്. മോട്ടർ അടിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയിട്ടില്ല, ഒരു ഡിസംബർ മാസത്തിലാണ് ഇവിടെ ഉള്ളത്. എന്ന് കഴിഞ്ഞാലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ വെള്ളത്തിൻ്റെ ഒരു സ്രോതസ്സിനെ ഒരു മതിലൊക്കെ കെട്ടി കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൊരു മുങ്ങിപ്പോകാതെക്കുന്ന രീതിയിലുള്ളൊരു കയറുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഉയരമില്ലാത്ത ഒരു ആഴമില്ലാത്തൊരു കുളമാണിത്. എലി, പാമ്പ് പോലുള്ള പലതരം ജീവികളും നാട്ടിലുള്ളത് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കടകളുടെയൊക്കെ രീതിയിലൊക്കെ നല്ല മാറ്റമുണ്ട്. ഇതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. നാട്ടിലെ സ്ഥിരം കാഴ്ചയായിട്ടുള്ള JCB അത് ഇവിടെ എത്തിയിട്ടുണ്ട്. JCB ഇല്ലാതൊരു പണി നടക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ ഇവനോടൊരു രാജാവാണ്. കപ്പലിൽ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരിക്കും. ആട്, പശു, കോഴി ഇതൊക്കെ ആണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള നാട്ടുകാരുടെ ഒരു കൃഷി തന്നെ പറയാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ മൊത്തത്തിലുള്ള ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സസ്യങ്ങളൊന്നും വളരാത്തതുകൊണ്ട് മത്സ്യം പിന്നെ കടലിൽ നിന്ന് പിടിക്കാവുന്നതുകൊണ്ട് അതും ആശ്രയിച്ചാണ് ദ്വീപ് നിവാസികൾ ശരിക്കും ജീവിക്കുന്നത്. ഇവിടെ എവിടെ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ തേങ്ങ, ചകിരി ഇത് നിറച്ച് കൂട്ടിയിട്ടിരിക്കണതാണ്. ഇവിടെ ഒരുപാട് തെങ്ങുണ്ടെന്നുള്ളത് മാത്രമല്ല, ഈ തേങ്ങ വേണ്ട രീതിയിൽ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. നമ്മൾ നടന്ന് ഏകദേശം ഒരു ബീച്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 5 മിനിറ്റേ നടക്കാനുള്ളൂ. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നല്ല നീല നിറത്തിലുള്ള കിലോമീറ്ററുകളോളം നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ ആ ഒരു കളർ ഇങ്ങനെ കാണാം. നമ്മളെ നാട്ടിലുള്ള ആ ബീച്ചിൻ്റെ ഒരു നിറവും ഇവിടുത്തെ നിറവും തമ്മിലുള്ള ഒരു മാറ്റം നോക്കി. ഇതാണ് ലക്ഷദ്വീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഹൈലൈറ്റ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഒരു അടി വരെ കാണാം. ടൂറിസത്തിനെ നല്ല രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, ആ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിൻ്റെ അടുത്തേക്ക് പോകുന്തോറും കാറ്റ് ചെറുതായിട്ട് ഇങ്ങനെ വീശി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കാലാവസ്ഥ നമുക്ക് അനുകൂലമായൊരു സമയമാണ്. വേനൽക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കുക കേട്ടോ നന്നാവുക. കാരണം നല്ല വെയിലാകുമ്പോൾ നമുക്ക് ഈ ഒരു ആസ്വാദനം കിട്ടില്ല. ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. മഴക്കാലത്ത് പിന്നെ ഇങ്ങോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ കടലൊക്കെ നിൽക്കുന്നൊരവസ്ഥ. ചെറിയൊരു തിരയേ ഉള്ളൂ. ബോട്ടുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഒരു ബോട്ട് ജെട്ടിയും കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കടൽപ്പാലവും പിന്നെ സാധനങ്ങൾ കയറ്റാൻ ആൾക്കാർ വന്ന് പോകാനൊക്കെ ആയിട്ട് വലിയൊരു സ്റ്റേജ് പോലെ തന്നെ കെട്ടിയൊരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങളാണ്. തെങ്ങിൻ്റെ കുറ്റിയൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിവിടെ മണലിൽ കുഴിച്ചിടുന്നുണ്ട്. എന്താ ആവശ്യമെന്ന് മനസ്സിലാവുന്നില്ല. വളരെ ഗൗരവമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തെങ്കിലും
കൺസ്ട്രക്ഷൻ ആവില്ല, പക്ഷെ ഈ കൊടിയൊക്കെ കെട്ടിയിരിക്കുന്ന എന്തിനാന്ന് അറിയില്ല. ഇനി ഇവിടെ വൃത്തിയാക്കുകയാണോന്നും അറിയില്ല. ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ കുഴിഞ്ഞു കിടക്കുന്ന കുറ്റികളാണ്. തെങ്ങ് ഏതെങ്കിലുമൊക്കെ ദ്വീപിൽ നിന്നൊക്കെ പുഴകി കടലിലേക്ക് പോകും. ഈ തെങ്ങിൻ്റെ കുറ്റിയാണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞാലും ഒന്നും ആവില്ല. അവരവിടെ ക്ലീൻ ചെയ്യാണ്. തോന്നുന്നു ഫുട്ബോൾ ഗ്രൗണ്ടോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യത്തിന് ക്ലീൻ ചെയ്യാണ്. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴക്കി കളഞ്ഞ കുറ്റികളാണ്. നല്ല വെയിറ്റുള്ള മരത്തടി മഴയത്ത് വന്നടിയുന്നതാണ് കടലിൽ. എന്ത് പരിപാടി ഇവിടെ ക്ലീൻ ചെയ്യാൻ? ഓ, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പ്ലെയേഴ്സിന് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ ഗ്രൗണ്ടിൽ നിന്ന് മൊത്തം കച്ചറകൾ മാറ്റിയിട്ട് ഇവിടേക്ക് മാറ്റി കുഴിച്ചിട്ടു. ഇപ്പം ഇങ്ങനെ ശാന്തമായി കിടക്കുന്നത് നോക്കണ്ട. മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഭാഗത്ത് കൂടെയൊക്കെ നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പോലും. കപ്പൽ പോലും അടുക്കാത്ത തരത്തിൽ നമ്മളിപ്പോൾ ശരിക്കും ആ കടലിൻ്റെ നടുക്കാണ്, ഒത്ത നടുക്കാണ്. അവിടെ നിന്ന് ഒരു ചെറിയ ദ്വീപ് രൂപപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നേരെ ദൂരേക്ക് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കേരളം കാണാൻ പറ്റും. നല്ല കാലാവസ്ഥയാണെങ്കിൽ ബേപ്പൂരിൽ നിന്നൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ അകലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗോവയിൽ പോയി ഫ്ലൈറ്റൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അതാണ് കാലാവസ്ഥയും ഭൂമിശാസ്ത്രമൊക്കെ നമ്മളെ കൊണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ സുഖമായിട്ട് നീന്തി കളിക്കാൻ പറ്റുന്നുള്ളതാണ് ലക്ഷദ്വീപിലെ ബീച്ചുകളുടെ ഏറ്റവും ഒരു നല്ല സ്പെഷ്യാലിറ്റി. നമുക്ക് തീരെ ആഴമില്ല അങ്ങോട്ടൊന്നും. അതുമാത്രമല്ല നല്ല വൃത്തിയുള്ള വെള്ളമാണ്. നടുക്കടലിലായതുകൊണ്ട് പൊതുവേ മാലിന്യങ്ങൾ വളരെ കുറവാണ്. ഇവിടുത്തെ വെള്ളം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെറിയ കുട്ടികളെ വരെ ഇറക്കാൻ പറ്റും. മണലായാലും അതെ, പൊതുവെ വൃത്തിയുള്ള മണലാണ്. ഈ കടൽ തീരത്ത് നിന്ന് അടിഞ്ഞെടുക്കുന്നതൊക്കെ നോക്കിയ കക്കകൾ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ജീവനുള്ളതാ ഞണ്ടിനെ പോലെ ഉള്ള ജീവികൾ നമുക്ക് കാണാം. ഈ കക്കകളൊക്കെ നടന്ന് നീങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇതിനുള്ളിൽ ജീവികളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള കടൽ ജീവികളുണ്ട്. ഇത് തിന്നാൻ വേണ്ടിയിട്ട് പൈപ്പേഴ്സ് പോലത്തുള്ള പക്ഷികളും നടക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ ഈ ഭാഗത്ത് മുഴുവൻ അടിഞ്ഞു കൂടി കിടക്കാം. പവിഴപ്പുറ്റുകളുടെ അവശിഷ്ടങ്ങളുണ്ട്. പിന്നെ ഇതിൽ പലതരത്തിലുള്ള ഭംഗിയുള്ള കല്ലുകൾ കാണാം. ഇതൊക്കെ കൂടി പൊടിഞ്ഞുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണലിനൊരു പ്രത്യേക തരത്തിലുള്ള കളറാണ്. ഒരു ഐവറി കളറാണ് ഇവിടുത്തെ മണൽ. ഇതൊരു അത്ഭുത കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു അപൂർവ കാഴ്ചയാണ്. ഒരു QR കോഡ്, അതിൻ്റെ സൈഡിൽ ഒരു കുപ്പി. ചില ആൾക്കാർ കുപ്പിയിൽ പൈസ ഇട്ടിട്ടുണ്ട്. ഇതിനുള്ളിൽ ബീഡയാണ് തോന്നുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ഈ കുപ്പിയിലിടാം, നമ്മൾ സാധനം എടുത്തിട്ട് പോവാം. ഒരു കടയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് തന്നെ ഇത്രയും ചെറിയൊരു കടക്കാരനുമില്ല, കടയുമില്ല. QR കോഡുണ്ട്, അതൊരുപാട് പഴക്കമുണ്ട്. സ്കാൻ ചെയ്താൽ കിട്ടുമെന്ന് പോലും അറിയില്ല. ലക്ഷദ്വീപിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ കാണുന്നതൊക്കെ പവിഴപ്പുറ്റുകളാട്ടോ. ഇതിവിടെ വീട് പണിയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ചാക്കിൽ കൂട്ടിയിട്ടാ. ഇത് പൊടിച്ചിട്ടാണ് ഈ മണലുണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അവരുടെ ഒരു ടെക്നോളജി. നമ്മളെ രാജ്യത്തെ ഏറ്റവും ഭംഗിയുള്ളൊരു ബീച്ചാണിതെന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷദ്വീപിൽ തന്നെ ലഗൂൺ ബീച്ചാണ്. പക്ഷേ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ആ അറ്റത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഇങ്ങനെ അടിഞ്ഞു കൂടി, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ മനസ്സ് മടുത്തു പോകുന്നൊരു കാഴ്ചയാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ക്ലീൻ ആക്കിയാലാവുന്ന സാധനമല്ല. നമ്മളിപ്പോൾ പോകുന്നത് കവരത്തിയിലെ ഷിപ്പ് ടെർമിനലിലേക്കാണ്, അല്ലെങ്കിൽ അഗത്തിയിലാണ്. അഗത്തിയിലെ ബോട്ട് ജെട്ടിയല്ല, കപ്പൽ ജെട്ടിയാണ്. വലിയ ക്രൂസ് കപ്പലുകൾ, അതുപോലെ ഉരുവൊക്കെ വന്നിട്ട് ഇവിടെയാണ് നമ്മളുടെ ഈ ദ്വീപിലേക്ക് വന്ന് കയറുക.
ഇപ്പോൾ വെള്ളം ഇറങ്ങി കിടക്കുകയാണ്. ഇവിടെ ഒന്നും വെള്ളമില്ല, വേലിയിറക്കമാണ്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം വെള്ളം വരുമ്പോൾ ഏകദേശം ഒരു 8 മണിക്ക് ശേഷമാണ് വേലിയേറ്റം ദ്വീപിൽ. കടലിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം നമ്മൾ കയറി വന്നു കേട്ടോ. പിന്നെ ഷിപ്പൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് വാഹനമൊക്കെ ആയിട്ട് വരാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഷിപ്പ് യാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കപ്പലിതേ അടുത്ത് വരും. ആ സമയത്ത് അത് ഈ ബിൽഡിങ്ങിൽ ഇടിക്കാതെക്കാൻ വേണ്ടി വലിയൊരു ബലൂണാണ് ഇവരോട് കെട്ടി വെച്ചിരിക്കുന്നത്. ചങ്ങല ഇട്ടിട്ട്, ചങ്ങലയുടെ വലിയ വടം വെച്ചിട്ട് കെട്ടി നിർത്തിയൊക്കെയാണ്. ഇങ്ങനത്തെ 3-4 എണ്ണം ഉണ്ട്. ഈ ഫുൾ ലെങ്ത്ത് വലിയൊരു കപ്പൽ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ആലോചിച്ചൊക്കെ. ഇവിടെ ഇപ്പോൾ കപ്പലുകൾ കുറവാണ്. ആ കപ്പലുകൾ വന്ന് അടുക്കുന്ന ടെർമിനലാണിത്. നമ്മൾ നടുക്കടലിൽ വന്നിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ ഒരു കളറ് വരുന്നത് ആഴം കൂടുതലായതുകൊണ്ടാണ്. വളരെ ഡാർക്ക് നേവി ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്ലൂ കളറാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഷിപ്പിൻ്റെ ടെർമിനൽ. നമ്മൾ ആ ഭാഗത്താണ് നമ്മളുടെ ദ്വീപുള്ളത്. അവിടേക്ക് വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കളറ് കുറവായിരിക്കും. അത് കുറച്ച് ലൈറ്റ് ബ്ലൂ ആയിട്ട് മാറും. ഇവിടേക്ക് ആഴം കുറവാണ്. ഇവിടെ അധികം ആഴം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ. നമുക്ക് താഴെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാൻ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു കളറ് കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ ബ്ലൂ കളർ എന്താണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ദൂരെ, അതായത് ഈ കടലിൻ്റെ അടിത്തട്ട് വരെ നീണ്ടു നിൽക്കുന്ന പില്ലറുകളാണ്. ഈ പില്ലറിൻ്റെ മുകളിലാണ് വലിയ ഈ പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നത്. മീനുകളുണ്ട് കേട്ടോ, ധാരാളം മീനുകളുണ്ട്. വാവ്, നല്ല കോലൻ നീളൻ മീനാണ്. ഇത് സ്വിമ്മിംഗ് പൂളിൽ പോലും ഇത്ര തെളിഞ്ഞ വെള്ളം ഉണ്ടാവില്ല. വർഷങ്ങളായിട്ട് കടൽക്കാറ്റും ഉപ്പുവെള്ളവും തട്ടി തട്ടി തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ പില്ലറിൻ്റെ ഉള്ളിലുള്ള കമ്പികളൊക്കെ. എന്നാലും ഇത്ര അധികം പില്ലറുകളും ഈ ലെങ്ത് ഉള്ളത് കൊണ്ടത് ഇനി ഒരുപാട് കാലം ഇതേപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പേടിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. മീനുകൾ ഇങ്ങനെ വന്നിട്ട് മുകളിലേക്ക് ചാടി ചാടി കളിക്കുന്നുണ്ട്. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അവിടെ. ഏതാണ്ട് സൺസെറ്റ് ആയി തുടങ്ങി. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. അധികം വെയിവൊന്നും ഇല്ലാതെ ശാന്തമായിട്ട് കിടക്കുകയാണ്. റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള സ്വിമ്മിംഗ് പൂളൊന്നുമല്ല, ഒറിജിനൽ നീലക്കടലാണ്. കടലിൻ്റെ നടുക്ക് വന്നിട്ട് ഷിപ്പ് യാർഡിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടുക്കടലാണ്. ഇവിടെ ഇത്ര തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് ഇതൊക്കെ ലക്ഷദ്വീപിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മളുടെ കൊച്ചിയിലൊക്കെ ഇത്ര തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് കാണാൻ പറ്റാത്തത് കരയോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. നടുക്കടലിലാണ് ഈ ഒരു കളർ കിട്ടുന്നത് നമുക്ക്. ഒരുപാട് ആഴമുണ്ട്, വെള്ളം പ്യുവറാണ്. ഇവിടെ വെള്ളം ഒട്ടും കലങ്ങുന്നില്ല. മീനുകളൊക്കെ നോക്കിയേ, ഇതേ ഒരു കോലൻ മീൻ ഒരുപാടുണ്ട്. കൂട്ടം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് പില്ലറുകളിലാണ് താങ്ങി നിർത്തിയേക്കുന്നത്. ഏകദേശം ഒരു 100 മീറ്ററോളം നീളമുള്ള ഒരു ഷിപ്പ് ജെട്ടിയാണ്. അഗത്തിയിൽ ലഗൂൺ ബീച്ചിൻ്റെ അറ്റത്തായിട്ടാണ് ഈ ഷിപ്പ് യാർഡ് ഉള്ളത്. ഷിപ്പ് യാർഡ് എന്നാണോ അല്ലെങ്കിൽ ഷിപ്പ് ജെട്ടി എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ മുകളിലേക്ക് എപ്പോഴും പെർമിഷൻ കിട്ടില്ല. ഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ അടയ്ക്കും. അപ്പോൾ ഷിപ്പിൽ ടിക്കറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഷിപ്പൊന്നും ഇല്ലാത്ത സമയമാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് സുഖമായിട്ട് എത്താൻ പറ്റി. ആ കരയിൽ നിന്ന് നമ്മൾ ഇത്ര അകലം ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാനും ഷിപ്പിലേക്ക് കയറ്റാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ക്രെയിനൊക്കെ ഇവിടെ നിർത്തിയിടുന്നത് കാണാം. നമ്മളിപ്പം ആ ദൂരെ നേരെ കാണുന്നതാണ് ലഗൂൺ ബീച്ച്. ഷിപ്പിനെ വടം ഉപയോഗിച്ചിട്ട് കെട്ടി നിർത്തുന്ന ആ ഇരുമ്പിൻ്റെ തണ്ടാണിത്. നമ്മൾ അറ്റത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അയ്യോ നീന്താൻ അറിയോ എന്ന് ചോദിച്ചാൽ ഇത്രയും ആഴമുള്ള സ്ഥലത്ത് നമ്മൾ നീന്താൻ അറിഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. ഇതേ നിറച്ച് മീനുകളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ ഷിപ്പ് ഈ ഒരു കോൺക്രീറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇടിക്കാതെക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്ന വലിയ വലിയ ടയറുകൾ കെട്ടിയിട്ടിട്ടുണ്ട് ചങ്ങല വെച്ചിട്ട്. അതിൻ്റെ പുറമെ ഒരു വലിയ ബലൂണാണ്. ബലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ വലിയ ബലൂൺ. അതിൻ്റെ ചുറ്റിലും ടയറുകളും ഉണ്ട്. അതിങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. തിരടിക്കുന്നതിനനുസരിച്ച് ആ ബലൂൺ ഇങ്ങനെ അടി ഒലയുന്നുണ്ട്. വലിയ വടം ചങ്ങല വെച്ചിട്ടാണ് അതവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത്. കപ്പൽ വന്ന് ഇടിച്ചാലും ഈ ബലൂൺ പൊട്ടൂല, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബലൂണാണിത്. അങ്ങനത്തെ ഒരു 3-4 എണ്ണം ഇവിടെ ഉണ്ട്. കയറിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ആ ബലൂണിൻ്റെ ഒരു ഷേപ്പ്. ഒരു ക്യാപ്സ്യൂൾ പോലെ ഉണ്ട്. നമ്മൾ കടലിൻ്റെ നടുക്കാണ്. സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാനായിട്ടുണ്ട്. ദ്വീപിലെ അസ്തമയം. അത് നമുക്ക് കടലിലേക്കാണ് നോക്കേണ്ടത് അസ്തമയം കാണാൻ. ഇവിടെ ഇപ്പം കടലിൽ നിന്ന് കരയിലേക്കാണ് നോക്കുന്നത്.